കോമളപുരം കഥകളിലേക്ക് സ്വാഗതം. തത്വമസി അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ. ഒരിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗുരുകുലത്തിൽ നിന്നും തിരിച്ചെത്തിയ തൻ്റെ മകനോട് ഉദ്ദാലകൻ പറഞ്ഞു: മകനെ ശ്വേതകേതു, നീ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി മടങ്ങി വന്നിരിക്കുകയാണല്ലോ. എന്നാൽ ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണച്ചാ? ശ്വേതകേതു ജിജ്ഞാസഭരിതനായി. മകനെ, അതിതാണ്. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ബ്രഹ്മത്താൽ ജീവിക്കുകയും ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നതുമാണ്. എല്ലാ ജീവികളിലും വസിക്കുന്ന ആത്മാവ് ഒരേ രൂപത്തിലുള്ളതാണ്. അത് നീ തന്നെയാണ്. ഇത് കേട്ട് ശ്വേതകേതു പിതാവിനോട് ചോദിച്ചു: അല്ലയോ പിതാവേ, ആത്മാവ് എന്ന് പറയുന്ന വസ്തു ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആത്മാവിനെ നമുക്ക് പ്രത്യക്ഷ രൂപത്തിൽ കാണാൻ സാധിക്കാത്തത്? മകനെ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ശ്വേതകേതു ഒരു പാത്രത്തിൽ ജലവുമായി എത്തി. ഉദ്ദാലകൻ ആ ജലത്തിലേക്ക് കുറച്ച് ഉപ്പു പരലുകളിട്ടു. എന്നിട്ട് പറഞ്ഞു: ഇന്ന് രാത്രി ഇത് നിന്റെ കൈവശം സൂക്ഷിക്കുക. ശ്വേതകേതു പാത്രവുമായി പോയിട്ട് പ്രഭാതമായപ്പോൾ ആ പാത്രവുമായി പിതാവിന്റെ മുമ്പിൽ ചെന്നു. ഉദ്ദാലകൻ മകനോട് പറഞ്ഞു: മകനെ, നീ ആ പാത്രത്തിൽ നിന്നും അല്പം ജലമെടുത്ത് രുചിച്ചു നോക്കൂ. ശ്വേതകേതു അപ്രകാരം ചെയ്തു. എന്നിട്ട് പിതാവിനെ നോക്കി: മകനെ, ജലം രുചിച്ചു നോക്കിയപ്പോൾ നിനക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ജലത്തിന് ഉപ്പ് രസമാണ്. മകന്റെ ഉത്തരം കേട്ട ഉദ്ദാലകൻ ചോദിച്ചു: നീ ഉപ്പു പരലുകൾ കാണുന്നുണ്ടോ? ഇല്ല. മകനെ, ഇതുപോലെ തന്നെയാണ് ആത്മാവും. അത് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. എന്നാൽ നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല. അതുപോലെ എല്ലാ ജീവികളിലും വസിക്കുന്ന ആത്മാവ് ഒരേ രൂപത്തിലുള്ളതാണ്. ആത്യന്തികമായി പറഞ്ഞാൽ അത് നീ തന്നെയാണ്. തത്വമസി.